വിൻസ് യൂണിവേഴ്സിലേക്ക് സ്വാഗതം. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ അടുത്ത വീഡിയോകൾ ഒന്നുപോലും മിസ് ചെയ്യാതിരിക്കാൻ ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ലോകമെമ്പാടും വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പമ്പുകളെ പമ്പ്സ് കുറിച്ച് വിശദമായി താഴെ നൽകുന്നു. പമ്പുകളെ പ്രധാനമായും അവയുടെ പ്രവർത്തന രീതി അനുസരിച്ച് രണ്ട് വിഭാഗങ്ങളായി തരംതിരിക്കാം. 1. ഡൈനാമിക് പമ്പുകൾ ഡൈനാമിക് പമ്പ്സ് ബൈ സെൻട്രിഫ്യൂഗൽ. 2. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുകൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്സ്. 1. ഡൈനാമിക് പമ്പുകൾ ഡൈനാമിക് പമ്പ്സ് കറങ്ങുന്ന ഒരു ബ്ലേഡ് ഇംപെല്ലർ ഉപയോഗിച്ച് ദ്രാവകത്തിന് വേഗതയും മർദ്ദവും വെലോസിറ്റി ആൻഡ് പ്രഷർ നൽകി പ്രവർത്തിക്കുന്ന പമ്പുകളാണിവ. വ്യാവസായിക ആവശ്യങ്ങൾക്കും കെട്ടിടങ്ങൾക്കും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ വിഭാഗമാണ്. സെൻട്രിഫ്യൂഗൽ പമ്പുകൾ സെൻട്രിഫ്യൂഗൽ പമ്പ്സ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന പമ്പാണിത്. കുറഞ്ഞ വിസ്കോസിറ്റിയുള്ള വെള്ളം പോലുള്ള ദ്രാവകങ്ങൾ ഉയർന്ന അളവിൽ പമ്പ് ചെയ്യാൻ ഇവ മികച്ചതാണ്. എൻഡ് സെക്ഷൻ പമ്പുകൾ എൻഡ് സെക്ഷൻ പമ്പ്സ് സാധാരണ വാട്ടർ സപ്ലൈക്കും ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഇൻലൈൻ പമ്പുകൾ ഇൻലൈൻ പമ്പ്സ് പൈപ്പ് ലൈനുകൾക്കിടയിൽ നേരിട്ട് ഫിറ്റ് ചെയ്യാവുന്നവ. ഉദാഹരണത്തിന് ചിൽഡ് വാട്ടർ സർക്കുലേഷൻ പമ്പുകൾ. മൾട്ടി സ്റ്റേജ് പമ്പുകൾ മൾട്ടി സ്റ്റേജ് പമ്പ്സ് ഒന്നിലധികം ഇംപെല്ലറുകളുള്ളതുകൊണ്ട് വളരെ ഉയർന്ന പ്രഷർ ഹൈ ഹെഡ് ആവശ്യമായിടത്ത് ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് ബോയിലർ ഫീഡ് ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം. സബ്മേഴ്സിബിൾ പമ്പുകൾ സബ്മേഴ്സിബിൾ പമ്പ്സ് വെള്ളത്തിനടിയിൽ പൂർണ്ണമായി മുക്കിവെച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന പമ്പുകളാണിവ. കിണറുകൾ കുഴൽക്കിണറുകൾ ഡ്രെയിനേജ് സമ്പുകൾ സംപിറ്റ്സ് എന്നിവയിൽ നിന്ന് വെള്ളമുയർത്താൻ ഇവ ഉപയോഗിക്കുന്നു. വെർട്ടിക്കൽ ടർബൈൻ പമ്പുകൾ വെർട്ടിക്കൽ ടർബൈൻ പമ്പ്സ് വലിയ കിണറുകളിൽ നിന്നോ ഭൂഗർഭ സ്രോതസ്സുകളിൽ നിന്നോ ഉയർന്ന പ്രഷറിൽ വെള്ളം മുകളിലേക്കെത്തിക്കാൻ ഉപയോഗിക്കുന്നു. ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡുകളിലും വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകളിലും ഇത് സാധാരണമാണ്. 2. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പുകൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്സ് ഒരു നിശ്ചിത അളവ് ദ്രാവകത്തെ ഒരു ചേംബറിൽ നിർത്തി അതിനെ മെക്കാനിക്കൽ ശക്തി ഉപയോഗിച്ച് തള്ളിവിടുന്ന ഡിസ്പ്ലേസ് ചെയ്യുന്ന രീതിയാണിത്. ഉയർന്ന വിസ്കോസിറ്റിയുള്ള കട്ടിയുള്ള ദ്രാവകങ്ങൾക്കും കൃത്യമായ അളവിൽ പമ്പ് ചെയ്യേണ്ടിടത്തും ഇവ ഉപയോഗിക്കുന്നു. റോട്ടറി പമ്പുകൾ റോട്ടറി പമ്പ്സ് ഭാഗങ്ങൾ കറങ്ങിക്കൊണ്ട് ദ്രാവകത്തെ പമ്പ് ചെയ്യുന്നു. ഗിയർ പമ്പുകൾ ഗിയർ പമ്പ്സ് രണ്ട് ഗിയറുകൾ തമ്മിൽ തിരിയുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ ഉപയോഗിച്ച് ഓയിൽ ലൂബ്രിക്കന്റുകൾ എന്നിവ പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. സ്ക്രൂ പമ്പുകൾ സ്ക്രൂ പമ്പ്സ് ഉയർന്ന അളവിൽ കട്ടിയുള്ള ഓയിലുകളും കെമിക്കലുകളും വലിയ ശബ്ദമില്ലാതെ പമ്പ് ചെയ്യാൻ സഹായിക്കുന്നു. ലോബ് പമ്പുകൾ ലോബ് പമ്പ്സ് ഭക്ഷണപദാർത്ഥങ്ങൾ ചോക്ലേറ്റ് സൈറപ്പ് മരുന്നുകൾ എന്നിവ കേടുപാടുകൾ കൂടാതെ പമ്പ് ചെയ്യാൻ ഫുഡ് ഫാർമ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നു. റെസിപ്രോക്കേറ്റിംഗ് പമ്പുകൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സ് പിസ്റ്റൺ അല്ലെങ്കിൽ പ്ലഞ്ചർ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിച്ച് പ്രവർത്തിക്കുന്നു. വളരെ ഉയർന്ന പ്രഷർ നൽകാൻ ഇവയ്ക്ക് കഴിയും. പിസ്റ്റൺ പ്ലഞ്ചർ പമ്പുകൾ പിസ്റ്റൺ പ്ലഞ്ചർ പമ്പ്സ് കാർ വാഷിംഗ് മെഷീനുകൾ ഹൈ പ്രഷർ ഹൈഡ്രോ ടെസ്റ്റിംഗ് എന്നിവയിൽ ഉപയോഗിക്കുന്നു. ഡയഫ്രം പമ്പുകൾ ഡയഫ്രാഗം പമ്പ്സ് ഒരു ഫ്ലെക്സിബിൾ ഡയഫ്രം ചലിപ്പിച്ചാണ് പമ്പിംഗ് നടത്തുന്നത്. അപകടകരമായ കെമിക്കലുകൾ സ്ലറി എന്നിവ ചോർച്ചയില്ലാതെ കൈകാര്യം ചെയ്യാൻ ഇവ മികച്ചതാണ്. എയർ ഓപ്പറേറ്റഡ് ഡബിൾ ഡയഫ്രാം AODD പമ്പുകൾ ഇതിൽപ്പെടുന്നു. ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും വലിയ നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദവും പ്രചോദനകരവുമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിൻസ് യൂണിവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ വരാനിരിക്കുന്ന എല്ലാ വീഡിയോകളെക്കുറിച്ചും കൃത്യമായി അറിയാൻ ആ നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുമല്ലോ. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളെ വളരാനും കൂടുതൽ മികച്ച വീഡിയോകൾ ചെയ്യാനും സഹായിക്കുന്നത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, പുതിയ അറിവുകൾ തേടിക്കൊണ്ടേയിരിക്കുക, പ്രചോദിതരായിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.